സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് തുടങ്ങാം. മുഖ്യമന്ത്രി ചിരിക്കാതെ ഇരുന്നപ്പോൾ ജനങ്ങൾ എല്ലാവരും ചിരിച്ചു. എന്നാൽ മുഖ്യമന്ത്രി ചിരിച്ചു തുടങ്ങിയപ്പോഴോ ജനങ്ങൾ കരയാൻ തുടങ്ങി. ആരെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. എറണാകുളം ജില്ലയിലെ പാരിയത്തുകാവിൽ കഴിഞ്ഞ ദിവസം നടന്ന നരനായാട്ടിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തതാണ്. അതായത് കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് പറയുന്നത് കേരളത്തിലെ CM അല്ലെ കേരളത്തിന്റെ CM ചിരിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ ചിരിക്കുന്ന ഒരു CM-നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു CM-ന് വേണ്ടിയിട്ട് അവർ ഇലക്ഷന് വോട്ട് കുത്തി. അങ്ങനെ കുത്തി കുത്തി അവരാരെയാണ് ജയിപ്പിച്ചത്? കോൺഗ്രസിന്റെ വലിയ നേതാക്കന്മാരെ അല്ലെ കോൺഗ്രസിനെ തന്നെയാണ് ജയിപ്പിച്ചത്. അങ്ങനെ കോൺഗ്രസിൽ വലിയ നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു 10 ദിവസങ്ങൾക്ക് ശേഷം ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നു. അങ്ങനെ ആ മുഖ്യമന്ത്രി ആഭ്യന്തരം കയ്യിലില്ലാത്ത ഒരു മുഖ്യമന്ത്രി നമ്മുടെ അധികാരത്തിലേക്ക് വരുന്നു. അതാണ് VD സതീശൻ. ഞാനത് ആരെയും കളിയാക്കുന്നൊന്നുമല്ല. പക്ഷെ നമ്മൾ ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാം ഒരാൾ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ആഭ്യന്തരം വേറെ ആളുടെ കയ്യിലും ഭരണം മാത്രം അല്ലെങ്കിൽ ഒരു സ്ഥാനം മാത്രം ഒരാളുടെ കയ്യിലും ഇരിക്കുന്ന ഒരു അവസ്ഥ നേരിട്ട് കാണുന്ന ഒരു സാഹചര്യമാണ് ഈ പറയുന്ന 2026 ഇലക്ഷന് ശേഷമുള്ളത്. അതായത് മുഖ്യമന്ത്രി സ്ഥാനം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിലെ വിഗ്രഹവും അതേപോലെ തന്നെ പൂജിക്കുന്ന ആൾക്ക് ദൈവത്തിനേക്കാൾ പ്രാധാന്യവും അമ്പലത്തിലെ പ്രതിഷ്ഠയ്ക്ക് ജസ്റ്റ് ഒരു പ്രതിഷ്ഠ എന്ന് പറയുന്ന ഒരു പ്രാധാന്യം കൊടുക്കുന്നത് പോലെയുള്ള ഒരു കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ ചിരിക്കുന്ന CM-നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിരിക്കുടുക്കയായിട്ടുള്ള ഒരാളിനെ തെരഞ്ഞെടുത്തപ്പോൾ ഒരു മറുവശത്ത് കുറേ അധികം ആളുകൾ കരയുകയാണ്. അതായത് പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കരയേണ്ടി വരുന്നത്. ബാക്കി ആർക്കും കരയേണ്ട ആവശ്യകതയൊന്നുമില്ല. ഉന്നതരായിട്ടുള്ള ആളുകൾക്ക് എന്നും ഉന്നതിയിൽ തന്നെ ജീവിച്ചു പോകാം. ഈ പട്ടിണിയും പരിവട്ടവുമായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് വീണ്ടും കരയേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാരിയത്തുകാവിൽ കഴിഞ്ഞ ദിവസം നടന്ന നരനായാട്ടിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അത് കണ്ടതാണല്ലേ? അപ്പോൾ അതിൻ്റെ വേറൊരു കണ്ടിന്യൂറ്റി ആയിട്ട് കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളം എന്ന് പറയുന്ന ചാനലിൽ ഒരു കാര്യം വരികയുണ്ടായി. അതായത് സർക്കാർ മാറിയപ്പോൾ ഭൂമാഫിയകൾ തല ഉയർത്താൻ തുടങ്ങി, അല്ല തല പൊക്കി തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വാർത്ത വരുന്നത്. ആ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തന്നിട്ട് ബാക്കി വീഡിയോയിലേക്ക് പോവാം. 14 തവണ അവിടെ ഒഴിപ്പിക്കൽ നടപടിയുമായിട്ട് പോലീസ് വന്നു. അവിടെ അവിടത്തെ ഇടതുപക്ഷത്തിന്റെ MLA ആയിരിക്കുന്ന ശ്രീജൻ മുന്നിൽ ഇറങ്ങി നിന്നതിനെ തടഞ്ഞു. അത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ ഓരോ തവണ വരുമ്പോഴും നമ്മളത് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് തന്നെ നമുക്ക് ഉണ്ടായ ഒരു സംഭവം, കൗതുകകരമായ ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല മാധ്യമപ്രവർത്തകരും അവിടുന്ന് പോയിരുന്നു. കാരണം ഇത് കഴിഞ്ഞ 14 തവണയായി ഇത് ആവർത്തിക്കുന്നതാണല്ലോ. അപ്പോ ഇത് എന്താണ് ഇവിടെ തടസ്സമുണ്ട്, അതുകൊണ്ട് അത് റിപ്പോർട്ട് ചെയ്ത് അതിനെ അവസാനിക്കും എന്ന് കരുതിയാണ് അവിടെ മാധ്യമങ്ങളൊക്കെ ചെല്ലുന്നത്. പക്ഷേ സർക്കാർ മാറി എന്നുള്ള ഒരു തോന്നൽ എന്തായാലും അവിടെ വന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം ഉണ്ടായി എന്നുള്ള ഒരു പ്രതീതിയാണ് നമുക്ക് പിന്നീട് ഉണ്ടായത്. കാരണം വളരെ പെട്ടെന്ന് ഒരു ആക്ഷനിലേക്ക് പോയി. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. അത് ആ നിലയ്ക്കാണോ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് സർക്കാർ വിശദീകരിക്കേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു നടപടി അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. കണ്ടില്ലേ, ഈ ഒരു പോസ്റ്റിൽ പറയുന്നത് കഴിഞ്ഞ 14 വർഷമായിട്ട് അവിടെ കുടിയൊഴിപ്പിക്കാനായിട്ട് കുറേ അഭിഭാഷക സംഘങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ അവരെ ഒന്നിനെ കൊണ്ടും ആ നാട്ടിലെ ജനങ്ങളുടെ രോമത്തിൽ തൊടാൻ പോലും സമ്മതിക്കാതെ പിണറായി വിജയൻ അടങ്ങുന്ന ഒരു പാർട്ടി ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ കാണുന്ന എന്താണ്? ആ ആളുകൾ വരെ, അതായത് അന്ന് ഒഴിപ്പിക്കാൻ ആരൊക്കെ വന്നിട്ടുണ്ടോ ആ ആളുകൾ വീണ്ടും പൊടിയും തട്ടി ഇറങ്ങി വന്നിരിക്കുകയാണ്, കുറേ ഫയലും പൊക്കിക്കൊണ്ട്. എന്തുകൊണ്ടാണ്? അധികാരവർഗം മാറി എന്ന് അറിഞ്ഞതുകൊണ്ടാണ്. അധികാരവർഗം മാറുമ്പോൾ ഈ നാട്ടിലെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അങ്ങ് കൊന്നു തിന്നാം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നതാണ്. നമുക്കറിയാം, വേടൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഒരു റാപ്പർ വേടൻ ഉണ്ടായിരുന്നു അല്ല ഇന്നുമുണ്ട്. ആ ഒരു റാപ്പർ വേടനെതിരെ ലൈംഗിക കേസുകളും ഒന്നിനു പുറകെ ഒന്നായിട്ട് പല കേസുകൾ വന്ന സമയത്ത് ആ വേടനെ ചേർത്ത് പിടിച്ചത് ആരാണെന്നുള്ളൊരു ഒറ്റ ചോദ്യം മതി ഈ നാട്ടിലെ ദളിത് വിഭാഗത്തിനോട് ഇടതുപക്ഷ സർക്കാരിനുണ്ടായിരുന്ന ആ ഒരു സമീപനം, അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനുണ്ടായിരുന്ന അവരോടുള്ള കരുതൽ എത്രത്തോളമായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട്. കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകണ്ട. ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വരുമ്പോഴും ഒന്നിനു പുറകെ ഒന്നായി പല വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ ഒരു ബലത്തോടു കൂടി വന്നിരുന്ന കേസുകളാണെങ്കിൽ പോലും ആ കേസുകളെയൊക്കെ എങ്ങനെയാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചാൽ ആ കേസുകളെയൊക്കെ എങ്ങനെയാണ് കണ്ടതെന്നും അതിനുവേണ്ടി സ്വീകരിച്ച നിലപാട് എന്താണെന്നും ഒക്കെ നമുക്കറിയാം. അപ്പോൾ പുതിയൊരു സർക്കാർ വന്ന സമയത്ത് ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങളെ എന്തും ചെയ്ത് കളയാം, ഒരു തെണ്ടികളും ചോദിക്കാൻ വരില്ല, ഈ പട്ടികളെ തൊട്ട് കഴിഞ്ഞാൽ ഒരു പട്ടികളും ചോദിക്കാൻ വരില്ല എന്ന് പറയുന്ന ഒരു തീരുമാനം, അല്ല അങ്ങനെ ഒരു ചിന്താഗതി, ആ ചിന്താഗതിയിൽ കൂടി തന്നെ ആയിരിക്കണം പാരിയത്തുകാവിലെ ആ പാവപ്പെട്ട ജനങ്ങളെ ഇവർ അടിച്ചമർത്താൻ ശ്രമിച്ചത്. രാജീവ് എന്ന് പറയുന്ന മന്ത്രി അവിടുത്തെ ജനങ്ങളെ കാണാൻ ചെന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് അവിടെയുള്ള ആളുകൾ കരഞ്ഞുകൊണ്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഏറെ വികാര നിർഭരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം. മെഡിക്കൽ കോളേജിൽ കിടക്കാം.
ഹാർട്ടിന് കംപ്ലൈന്റ്, കിഡ്നിക്ക് കംപ്ലൈന്റ്, കാലിന് കമ്പി കെട്ട് കിടക്കണേ. ആ മനുഷ്യനെ ചവിട്ടി കൂട്ടി ഇപ്പൊ മെഡിക്കൽ കോളേജിൽ കിടക്കാം. ഞങ്ങൾക്ക് കിടക്കാൻ പണം വേണം. ഞങ്ങൾക്കൊന്നും അടങ്ങാൻ പറ്റുന്നില്ല, ശ്വാസം പോലെ എടുക്കാൻ പറ്റുന്നില്ല. മേലൊക്കെ വേദന എടുത്തിട്ട് പോലീസുകാരെ പിടിച്ച് വലിച്ച്. സ്ത്രീകളെന്നും പ്രായമായവരെന്നും ഒരു വ്യത്യാസമില്ലാതെയാണ് പോലീസ് പ്രവർത്തിച്ചിട്ടുള്ളത്. അത് വളരെ തെറ്റായ കാര്യമാണ്. പിന്നെ ഇവിടെ ഇവർ പറഞ്ഞൊരു കാര്യം, ആദ്യം ഇത് പ്രതിഷേധം കണ്ടപ്പോ കഴിഞ്ഞ തവണ വന്നതുപോലെ തന്നെ പോലീസ് പിൻവാങ്ങുന്നു എന്നാണ് എല്ലാവരും കരുതിയത്. പിൻവാങ്ങി കഴിഞ്ഞെന്ന് തോന്നുന്ന ഘട്ടത്തിലാണ് പെട്ടെന്ന് പോലീസ് വീണ്ടും അതിക്രമിച്ച് കയറുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോ ഏതെങ്കിലും നിർദ്ദേശമില്ലാതെ പിൻവാങ്ങിയ പോലീസ് വരുമോ? അതാണ് ഇവരെല്ലാവരും സംശയിക്കുന്നത്. അത് വളരെ ഗൗരവമായ കാര്യമാണ്. അതുകൂടി ആഭ്യന്തരമന്ത്രി അന്വേഷിക്കേണ്ടത്. പാർട്ടിക്കാർ മാത്രമേ ഉള്ളൂ, നാട്ടുകാർ വരെ ഞങ്ങൾക്ക് എതിരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെയുള്ള ആളുകൾ വിതിമ്പിക്കൊണ്ട് പി രാജീവിൻ്റെ മുൻപിൽ സംസാരിക്കുന്നത്. ഇതിൽ രാജീവ് എന്ന് പറയുന്നൊരു മനുഷ്യൻ അവിടെ ചെന്ന് ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇത്രയും കഴിഞ്ഞ 10 വർഷത്തോളം ജനങ്ങളെ സ്നേഹിച്ചിരുന്ന, ആ ജനങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന ഒരാളുടെ ഒരു കരുതൽ നമുക്ക് അവിടെയും കാണാൻ പറ്റും. പക്ഷെ നമ്മളിത് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. വലതുപക്ഷം ഈ ജനങ്ങൾക്കെതിരെ സ്വീകരിച്ചൊരു നിലപാടും ഇടതുപക്ഷം കഴിഞ്ഞ 10 വർഷം ഉണ്ടായിരുന്നിട്ടും അവർ സ്വീകരിച്ച നിലപാടും എന്താണെന്നുള്ളൊരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുന്നുണ്ട്. ഇടതുപക്ഷ സർക്കാർ എല്ലാം നല്ലത് തന്നെയാണ് ചെയ്യുന്നത്, നല്ലത് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷം ഭരിച്ചിരുന്ന സമയത്ത് ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ ഭരണത്തിൽ വന്നിരിക്കുന്ന കോൺഗ്രസിന്റെ ഈ നെറികെട്ട സ്വഭാവം, അല്ലെങ്കിൽ നെറികെട്ട ഈ സ്വഭാവത്തിന് ഇരയാകേണ്ടി വരില്ലായിരുന്നു ആ പാവപ്പെട്ട ജനങ്ങൾക്ക്. കഴിഞ്ഞ 10 വർഷം ഭരിച്ച സമയത്ത് അവർക്കൊരു വീട് വെച്ച് കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ആ ഒരു വസ്തുവിൽ താമസിക്കാനുള്ള അവകാശം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ബാക്കിയുള്ള എല്ലായിടത്തും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു എന്നുള്ളത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. നമുക്കതിനെ ആ ഒരു കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് ഈ ഒരു കാര്യം ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഭരണം മാറി വരുമ്പോൾ, ഭരണ തുടർച്ച കിട്ടാതെ വരുമ്പോൾ പുതിയൊരു പാർട്ടി ആരാണോ വരുന്നത് അവരൊരു ഭരണ തുടർച്ച എന്ന് പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ ചെയ്തു പോകണം. അത് LDF ഇരിക്കുമ്പോൾ LDFിൻ്റെ ഭരണം, UDF ഇരിക്കുമ്പോൾ UDFിൻ്റെ ഭരണം എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ പാടില്ല. അങ്ങനെ പോകുമ്പോൾ അത് ശരിക്കും ഒരു രാഷ്ട്രീയ കളി മാത്രമല്ല, രാഷ്ട്രീയ ഭരണം എന്നതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണോ ഒരു സർക്കാർ ചെയ്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് പോകണ്ടേ. എന്നാൽ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. അവർ ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യണം. VD സതീശൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ, മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ചിരിക്കുന്നില്ല എന്ന് കണ്ടുകൊണ്ട് അതായിരുന്നു ജനങ്ങളുടെ വികാരമെന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കണം എല്ലായ്പ്പോഴും ചിരിയാണ്. ആരെങ്കിലും ചീത്ത വിളിച്ചാലും ചിരിക്കും, ആരെങ്കിലും കരഞ്ഞാലും ചിരിക്കും, വിഷമം പറഞ്ഞുകൊണ്ട് അടുത്ത് വന്നാലും ചിരിക്കും. ചിരിച്ച് എന്താണ് അയാളുടെ ശരിക്കുള്ള സ്വഭാവം എന്ന് അയാൾ തന്നെ മറന്നു പോയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പാരിയത്തുകാവിലെ ജനങ്ങളെ സംരക്ഷിക്കേണ്ടതിന് പകരം അവരെ അടിച്ചമർത്താനും അവരെ ഇല്ലായ്മ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പോലീസിൻ്റെ നരനായാട്ടും അതിന് കുട പിടിച്ച് നിൽക്കുന്ന ആഭ്യന്തരമന്ത്രിയും നമ്മുടെ മുഖ്യമന്ത്രിയുമായിട്ടൊക്കെയുള്ള ആളുകളുടെയൊക്കെ അവസ്ഥ കാണുമ്പോൾ പരിതാപകരമെന്ന് എനിക്ക് പറയാനുള്ളൂ. ചിരിക്കുന്നൊരു മുഖ്യമന്ത്രിയെ കിട്ടിയില്ല എന്ന് പറഞ്ഞ ആളുകൾ ചിരിച്ച് അവസാനം കരയേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് പോവുകയാണ്. നമ്മൾ 1-2 പേര് ചെയ്യുന്ന ഒരു തെറ്റല്ല, 3.5 കോടി ജനങ്ങളും ചിന്തിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഒരു ഭരണമാറ്റം ഉണ്ടായത്. പക്ഷെ ആ ഭരണമാറ്റം ഈ കേരളത്തിലെ ജനങ്ങൾ, അല്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങളുടെ നെഞ്ചത്ത് കയറുന്ന ഒരു ഭരണമാറ്റമായി പോയല്ലോ എന്നുള്ളൊരു കാര്യത്തിൽ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. ഒരുപാട് വികസനങ്ങൾ ഇനിയും വരാനുണ്ട്. ആ വികസനങ്ങളൊക്കെ നല്ല രീതിയിൽ വരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സാധാരണ ജനങ്ങൾക്ക് കൊടുത്തിരുന്ന പിന്തുണ, അല്ലെങ്കിൽ ആ ഒരു കൈത്താങ്ങ്, അത് ഇനിയും വരുന്ന സർക്കാർ ആരായിരുന്നാലും അവരും അത് കൊടുക്കണമെന്നുള്ളൊരു അവകാശവും, അല്ലെങ്കിൽ അത് കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ.